പട്ടാമ്പി കോളേജിൽ പഠിക്കുന്ന സമയം ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളവരെ കൊന്നാലും അവർക്ക് അത്ര സങ്കടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളവരെ ഒന്ന് തോൽപ്പിച്ച് നോക്കൂ, വേണമെങ്കിൽ നിങ്ങളെ അവർ കൊല്ലാനും മടിക്കില്ല എന്നുള്ളത്. നമ്മൾ ഇന്നലെ വടകര കണ്ടത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് തെരുവ് ഗുണ്ടകളെ പോലെ ഡിഫി വന്ന് നേരിട്ടത്. അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു. നായ പട്ടി എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധിയാണ്. അയാൾ നിലവിൽ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ബംഗാളിലെ ഇവരുടെ ചരിത്രത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കൂ. തെരുവിൽ ഗുണ്ടകൾ നേരിടുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെയാണ്. ആ സ്ത്രീയെ തല്ലിയ ഗുണ്ടകളിൽ ഒരുവൻ ഇപ്പോൾ മുളവുകാടിൽ പെയിന്റിന്റെ പണിക്ക് പോവുകയാണ്. മറ്റവൻ വൈറ്റില ജംഗ്ഷനിൽ പൊറോട്ട അടിക്കുകയാണ്. നയൻതാര കേരളത്തിൽ വന്നപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഗംഭീര പൊറോട്ട എന്ന് പറഞ്ഞത് ഈ വ്യക്തി അടിച്ച പൊറോട്ടയായിരുന്നു. തല്ലുകൊണ്ട സ്ത്രീ ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രിയാണ്. മമതാ ബാനർജി എന്നാണ് അവരുടെ പേര്. 10 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച സഖാവ് ബുദ്ധദേവ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും തിരിച്ചുപോയത്. അത് അവസാനത്തെ പോക്കായിരുന്നു. പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും CPM-ന് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ആലോചിക്കണം, 34 കൊല്ലം അവിടെ ഇടതുപക്ഷമാണ് ഭരിച്ചത്. ജനാധിപത്യ കക്ഷികൾ ഇല്ല, എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ബംഗാളി ജനതയെ അഭയാർത്ഥികളാക്കിയതെന്നാണ് CPM-ന്റെ ഭരണത്തിന്റെ ഒരു ഫലശ്രുതി. ചരിത്രം പിന്നീട് ദുരന്തമായും ആവർത്തിക്കുമെന്ന് പറഞ്ഞത് കാറൽ മാർക്സ് തന്നെയാണ്. അതായത് ഇപ്പോൾ അവിടെ ബംഗാളിൽ ഈ ചുവന്ന കൊടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. മറ്റൊരിടത്ത് ഇതില്ല. ത്രിപുരയിലും അത് തന്നെ അവസ്ഥ. ഇത് കേരളത്തിൽ ആവർത്തിക്കുമെന്ന് തന്നെ തോന്നുന്നില്ലേ? കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാസിസ്റ്റ് രീതികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അവരുടെ ആ ലക്ഷ്യം അവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇനി ഒരു തവണ കൂടി CPM-നെ അധികാരത്തിലെത്തിക്കും. അതോടുകൂടി CPM-ന്റെ തകർച്ച പൂർണ്ണമാകും. കാരണം ഇപ്പോൾ തന്നെ ജനങ്ങൾ അത്രയധികം വെറുത്ത ഒരു പ്രസ്ഥാനമായി CPM മാറി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇനി അടുത്ത ഭരണം കൂടി ലഭിക്കുമ്പോൾ എപ്പോഴും ഭരിക്കുന്നതിനെതിരായിട്ടുള്ളൊരു വികാരമായിരിക്കും ജനങ്ങൾക്ക് ഉണ്ടാവുക. ഏത് സംസ്ഥാനത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അത് സ്വാഭാവികം മാത്രമാണ്. എത്ര ഭരണം നല്ലത് കാഴ്ചവെച്ചാലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ BJP സഹായത്താൽ CPM തന്നെ അധികാരത്തിൽ വരികയും BJPയുടെ ലക്ഷ്യം പ്രാവർത്തികമാവുകയും ചെയ്യും. കാരണം CPM വീണ്ടും വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആദ്യം തന്നെ നശിക്കും. കോൺഗ്രസിലുള്ള നല്ല നേതാക്കളൊക്കെ BJPയിലേക്ക് ചേക്കേറും. നെക്സ്റ്റ് ടേം ആകുമ്പോഴത്തേക്ക് BJPയും LDFും തമ്മിലുള്ള ഫൈറ്റിലേക്ക് കാര്യങ്ങളെത്തും. അതോടുകൂടി അടുത്ത ടേമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ടേമിലോ BJPക്ക് കേരളം ഭരിക്കാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചുള്ള സ്ട്രാറ്റജിയാണ് അവർ തയ്യാറാക്കി വെച്ചത്. അവരുടെ റിയലിസ്റ്റിക് പ്രതീക്ഷ എന്ന് അവർ പറയുന്നത് 2026 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിയലിസ്റ്റിക് പ്രതീക്ഷ എന്ന് പറയുന്നത് 2031 അപ്പോൾ ഇപ്പോൾ ഒരു 7-8 സീറ്റ് പിടിക്കുക, അതിനുശേഷം LDFിനെ അധികാരത്തിലെത്തിക്കുക, കോൺഗ്രസിനെ പൂർണ്ണമായും ശിഥിലമാക്കുക. ഈ 5 വർഷം കൊണ്ട് CPM പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് അകലും. സ്വാഭാവികമായിട്ട് ആ സമയത്ത് കോൺഗ്രസ് ദുർബലമാവുകയും BJP ഈ 10 MLA-മാരോ അല്ലെങ്കിൽ 8 MLA-മാരോ അത് ഒറ്റയടിക്ക് അവർക്ക് ഉയർത്താനും അതുവഴി ഭരണം നേടാനും കഴിയുമെന്നുള്ള, അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആവിഷ്കരിച്ച അതേ തന്ത്രം തന്നെയാണ് കേരളത്തിലും അമിത്ഷായുടെ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അയാൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭയങ്കര സ്റ്റാർ ഇമേജ് ഉള്ള ഒരു MLA ആണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അവിടെ വടകര KK ശൈലജയെ പോലുള്ള ഒരു വൻകിട, അതായത് CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന KK ശൈലജ, അത് പിണറായി വിജയന്റെ തന്ത്രമാണെങ്കിൽ കൂടിയും അവരെ തോൽപ്പിക്കാൻ, വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അവരൊന്നും അല്ലാതായി തീർക്കാൻ പിണറായിയുടെ തന്ത്രങ്ങൾക്കും കഴിഞ്ഞു. ഒപ്പം ഷാഫിക്കും അതുവഴി വളരാൻ കഴിഞ്ഞു. അപ്പോൾ ഷാഫി ആ മണ്ഡലത്തിൻ്റെ MP ആണ്. അപ്പോൾ സ്വാഭാവികമായും ഷാഫിക്ക് അവിടെ വന്നിറങ്ങാനുള്ള അധികാരമുണ്ട്. അതുമാത്രമല്ല, ഷാഫിയുടെ ഒരു സുഹൃത്ത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിന് ഷാഫിക്ക് പ്രതിഷേധം കൊടുക്കേണ്ട ഒരാവശ്യമില്ല DYFI. അപ്പം ഷാഫി കൃത്യമായി പ്രതികരിച്ചു. മറ്റൊരു മുഖമാണ്. സൗമ്യമായ ഷാഫിയെ നമ്മൾ കണ്ടിട്ടുള്ളെങ്കിൽ ഇപ്പോൾ യഥാർത്ഥ, അതായത് ഷാഫിക്ക് പ്രതികരിക്കാനും അറിയാം, അല്ലെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഇറങ്ങലായിരുന്നു ആ കാറിൽ നിന്ന് ഇറങ്ങി. അല്ല, ഈ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു കേൾക്കാറുണ്ട്. അതായത് അക്രമാസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ളതെല്ലാം തന്നെ BJP പ്രവർത്തകർ അല്ലെങ്കിൽ RSSകാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ SFI DYFI ഇങ്ങനെയാണെന്നുള്ളൊരു വൈപ്പുണ്ട്. സത്യമാണെന്ന് വേണമെങ്കിൽ പറയാം. KSU അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് എന്താ പറയാ,
നമ്മുടെ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാരെല്ലാം ഒരു പഴമിഴുങ്ങികളാണ് എന്ന തരത്തിലുള്ള പൊതുവെ പേടിച്ച് ഓടിക്കളയും. അപ്പൊ അതിനൊരു വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് മാത്രമല്ല, ഈ ഷാഫി ഇവർ നേരിടുന്നതിന് ഒരു കാരണം മാങ്കൂട്ടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണല്ലോ പാലക്കാട്, അതായത് തന്റെ അടുത്ത അനന്തരാവകാശി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ അതാണ് ഇവർ ഉന്നയിക്കുന്ന കാരണം. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് പേര്, മുകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് നമ്മൾ അവരെ തടയേണ്ട ആവശ്യമുണ്ടല്ല. അതെ അതെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഒരുപാട് പേരെ തടയേണ്ടി വരും പല സ്ഥലത്തും. കാരണം മുകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തടയണം, കടകംപള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തടയണം, ശ്രീരാമകൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തടയണം, AK ശശീന്ദ്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ നീളും ആ പട്ടിക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇത് ഷാഫി പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ തെറി പറയാനും നായ എന്നൊക്കെ വിളിക്കാനും ഉള്ള അധികാരം നിങ്ങൾക്കില്ല. അപ്പോൾ അത് പോലീസ് ശക്തമായി ഷാഫിക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഈ പോലീസ് ഇങ്ങനെയാണോ നേരിടേണ്ടത്? നമുക്കറിയാം പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകർക്ക് എന്താണ് പറ്റിയെന്നുള്ളത്. രക്ഷാപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അന്ന് ഇടപെട്ടത് DYFI-ക്കാരാണ്, പോലീസുകാരല്ല. ചെടിച്ചട്ടി മാറി തലക്കടിച്ചതും ഹെൽമെറ്റ് മാറി അടിച്ചതൊക്കെ നമ്മൾ. അപ്പോൾ ഈ ഒരു പോലീസിന്റെ ബി ടീമാണ് DYFI എന്നുള്ളത്. അപ്പോൾ ഈ പോലീസും DYFI തമ്മിലുള്ള ഈ അന്തർധാര ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പോലീസ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. കാരണം MP ആണ്, എന്താണ് ലോക്സഭയിലെ MP ആണ്. അപ്പം ഇവിടെ എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്കരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. ഭരിക്കുന്ന സർക്കാർ വലിയ വില നൽകേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒരു കാരണമാണ്. അത് മാത്രമല്ല, പിന്നെ ഷാഫി പറമ്പിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇരയായിരുന്നു ആദ്യം മുതൽ തന്നെ. നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ദിവസം തന്നെ ഷാഫി വന്നിറങ്ങുമ്പോൾ ഈ മൈക്കും കോലും ഒക്കെ പിടിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ ചെല്ലുന്നു. ഷാഫി എന്തെങ്കിലും മൊഴിയുന്നു. ഷാഫി കൃത്യമായ ഉത്തരങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരാളെ ചൂഴ്ന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ, ഇയാൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. നമുക്കൊരാൾ അയാളുടെ മനസ്സിരിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്താണ് ഇവര് ഇത്തരത്തിലുള്ള ഒരു കുറെ ആരോപണങ്ങളുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സ് ചൂഴ്ന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പൊ അത് അല്ലെങ്കിൽ ഷാഫി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഷാഫി ബീഹാറിലേക്ക് മുങ്ങി എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇവിടെ മറ്റൊരാൾ ഇവിടെ എന്താണ് പറയുന്നത്, കാശ്മീരിൽ നമ്മുടെ ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പിൽ സല്യൂട്ട് അടിച്ചൊക്കെ നിൽപ്പുണ്ട് നമ്മുടെ സന്ദീപ് ജി വാര്യർ. ഇത് ഇങ്ങോട്ട് വരുന്നേ ഇല്ല, അവിടെ സല്യൂട്ട് അടിച്ച് ദേശസ്നേഹം കുറച്ച് കൂടി അവിടെ. അപ്പൊ കാശ്മീരിൽ പോയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, കാശ്മീരിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരവില്ല. സന്ദീപ് വാര്യർക്ക് ഇനിയിപ്പം പേടിയെന്ന് പറഞ്ഞാൽ ഇനി സന്ദീപ് വാര്യരുടെ എന്തെങ്കിലും ഒക്കെ പൊക്കിക്കൊണ്ട് വരുമോ എന്നുള്ള. അത് കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു, പാലക്കാട് വേണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എനിക്ക് പാലക്കാട് വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ, അത് നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടത്തുണ്ടെന്നൊക്കെ പറയും. കാരണം ഈ പാലക്കാട് തൃശ്ശൂർ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു ഇത് കേട്ടായിരുന്നു. കാരണം പാലക്കാട് വലിയ താല്പര്യമില്ല. കാരണം ഇനി അങ്ങനെ അവിടെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാവൂലേ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോൺഗ്രസ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ഈ വനിതകളെല്ലാം തന്നെ സംയോജിപ്പിച്ചത് ആരാണ്, ഈ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ക്രീൻഷോട്ട് കളക്ട് ചെയ്ത് മീഡിയയിൽ എത്തിക്കുന്നത് ആരാണ്, ഇത്തരത്തിൽ. കാരണം ഒരാളിന്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ഒരാൾ, പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ CPM-കാർക്ക് ഇതിനകത്ത് റോളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതിന് കള്ളൻ പാളയത്തിൽ എന്ന് പറയുന്ന കണക്ക് പാളയത്തിൽ പടയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ തുലയ്ക്കുക എന്നുള്ളത് അവരുടെ തന്നെ ഒരു ലക്ഷ്യമാണ്. അപ്പം സതീശനും ചെന്നിത്തലയും എല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൂടെ. അത് ഇനിയിപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് ഇനിയിപ്പോൾ രാജി അങ്ങ് ഒഴിവായി കിട്ടി. ഇനിയിപ്പം എന്തെങ്കിലും ഒരു ടെസ്റ്റ് സംഭവിച്ചാൽ അഗ്നിശുദ്ധി വരുത്തിയൊക്കെ തിരിച്ചു വരാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും വിട്ടു നോക്കുന്നത്.